നമസ്കാരം. നമസ്തേ. റിതം ഓഫ് ലവ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ പറ്റി കേട്ടല്ലോ. അത് ആർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമാണ്? റിതം ഓഫ് ലവ് എന്ന് പറയുന്നത് 13 വയസ്സ് മുതൽ 23 വയസ്സ് വരെ പ്രായമായ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം. കൗമാരക്കാരായ കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ പലപ്പോഴും നമ്മൾ നല്ല ബന്ധത്തിലല്ല കാണപ്പെടുന്നത്. അതിന്റെ കാരണം എന്താണ്? ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കൗമാരപ്രായത്തിലുള്ള കുട്ടികളും രക്ഷകർത്താക്കളും തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിന്റെ യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് കുട്ടികളെ ശരിയായിട്ട് മനസ്സിലാക്കാൻ രക്ഷകർത്താക്കൾക്കും രക്ഷകർത്താക്കളെ ശരിയായി മനസ്സിലാക്കാൻ കുട്ടികൾക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനെ നമുക്ക് നന്നായിട്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും കൗമാരക്കാരായ കുട്ടികള് മാതാപിതാക്കളെ മനസ്സിലാക്കാതെ പോകുന്നുണ്ടല്ലോ. അത്തരത്തിലുള്ള വിഷയങ്ങളും ഈ കോഴ്സിൽ ചർച്ച ചെയ്യുന്നുണ്ടോ? ഉറപ്പായും. അതായത് കുട്ടികളും രക്ഷകർത്താക്കളും തമ്മിൽ നല്ലൊരു ബന്ധം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അത്തരം കാര്യങ്ങൾ നമ്മൾ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത് ഭംഗിയായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു അപ്ലൈൻ ലെവലിലേക്ക് വരുമ്പോൾ ആ ബന്ധം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും നന്നായിട്ട് അവർക്ക് കുടുംബജീവിതം നയിക്കാനും സാധിക്കും. കൗമാരപ്രായത്തിലെ പ്രണയങ്ങൾ പലപ്പോഴും അവരുടെ ലൈഫിനെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട്. ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് കോഴ്സിൽ കൈകാര്യം ചെയ്യുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൗമാരപ്രായത്തിൽ കുട്ടികൾ പ്രണയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ കൗമാരം എന്ന് പറയുന്നത് പക്വതയില്ലാത്ത ഒരു പ്രായമാണ്. ജീവിതത്തെക്കുറിച്ചോ പ്രണയത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ അവരുടെ സങ്കല്പങ്ങൾ വളരെ ചെറുതായിരിക്കും. അതൊന്നും പക്വപൂർണമായിരിക്കുകയുമില്ല. ആ പ്രായത്തിൽ തുടങ്ങുന്ന പ്രണയത്തിന് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അത് അവരുടെ പഠനത്തെ ബാധിക്കും, അവരുടെ ലക്ഷ്യബോധത്തെ ബാധിക്കും. മൊത്തത്തിൽ അവരുടെ ജീവിതത്തെ തന്നെ തകർത്ത് കളയുന്ന ഒന്നാണ് ഈ കൗമാര പ്രണയം എന്ന് പറയുന്നത്. ശരിക്കും ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കുകയാണെങ്കിൽ, അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ജീവിക്കാൻ സാധിക്കും. ഇത്തരം പ്രണയങ്ങളെ അവർക്ക് ശരിയായ രീതിയിൽ ഫേസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതിനു വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളും അതിനു വേണ്ടുന്ന കാര്യങ്ങളും എല്ലാം തന്നെ ഈ പ്രോഗ്രാം അവർക്ക് നൽകുന്നുണ്ട്. ഈയിടെയായിട്ട് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരുവാണല്ലോ. പലതരത്തിലുള്ള കാരണങ്ങളാവാം അതിന്റെ പിന്നിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ആത്മഹത്യാ പ്രവണതകളിൽ നിന്നും കുട്ടികളെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും? ഉറപ്പായിട്ടും സാധിക്കും. ആത്മഹത്യാ പ്രവണത ഇന്ന് കൂടി വരിക തന്നെയാണ്. അത് IIT-യിൽ പഠിക്കുന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കുസാറ്റിലെ ഒരു കുട്ടി ഈ അടുത്ത സമയത്ത് ആത്മഹത്യ ഉണ്ടായി. അങ്ങനെ പല പല സ്ഥലങ്ങളിൽ പല പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ പലതരത്തിലുള്ള സ്ട്രെസ്സുകളാണ് ഇവരെ ബാധിച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് അവർ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവർക്ക് ആൾക്കാരുണ്ടാകുകയും ചെയ്യുമ്പോൾ അത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ മാറ്റിയെടുക്കാനും അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം ഈ പ്രോഗ്രാം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പ്രായത്തിലെ കുട്ടികളിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് അവർക്ക് ലക്ഷ്യബോധം ഇല്ല എന്നുള്ളത്. ഫ്യൂച്ചറിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു വ്യക്തതയില്ലാത്തത്. ഈ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്? ഇതൊരു വലിയൊരു കാര്യമാണ്. ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ലക്ഷ്യത്തിലെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ലക്ഷ്യബോധം എങ്ങനെ ഉണ്ടാക്കുമെന്നോ ലക്ഷ്യം എങ്ങനെ ഉണ്ടാക്കുമോ എന്നവർക്ക് പലപ്പോഴും അറിയുന്നില്ല. അപ്പോൾ വ്യക്തമായ കൃത്യമായ ഒരു ലക്ഷ്യം അവർക്ക് ഉണ്ടാക്കുകയും ആ ലക്ഷ്യത്തിലേക്ക് അവർക്ക് എങ്ങനെ എത്താൻ സാധിക്കും എന്ന് അവരെ പറഞ്ഞ് പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രധാന ഭാഗമാണ്. അപ്പോൾ കുട്ടികൾക്ക് ദിശാബോധം ഉണ്ടാകണം, എവിടെ എത്തണം എന്നവർക്ക് ചിന്തയുണ്ടാകണം. അത്തരത്തിൽ കുട്ടികളെ രൂപപ്പെടുത്തിയെടുത്തെങ്കിൽ മാത്രമാണ് അവർക്ക് ശക്തമായ വിജയം ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ലക്ഷ്യബോധമുള്ള കുട്ടികൾ ആണ് ഈ പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം. അത് ഉറപ്പായിട്ടും അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പഠനഭാരം കൊണ്ടോ മറ്റു ചില കാരണങ്ങളൊക്കെയോ കൊണ്ടോ ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ ആ സ്ട്രെസ് കുറയ്ക്കാൻ അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് കുട്ടികളെ അങ്ങനെ പ്രാപ്തരാക്കി എടുക്കാൻ സാധിക്കുമോ? ഉറപ്പായിട്ടും സാധിക്കും. സ്ട്രെസ് എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയിൽ കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും സ്ട്രെസ്സാണ്. കുട്ടികളുടെ സ്ട്രെസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും അവരെ ബോധ്യപ്പെടുത്തി അവർക്ക് സ്ട്രെസ് റിലീഫ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും. അതിനുവേണ്ടിയുള്ള ചില പ്രത്യേക പദ്ധതികൾ ഈ കോഴ്സിനോടൊപ്പം ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും കുട്ടികളുടെ സ്ട്രെസ് മാറ്റി അവരൊരു മൈൻഡ്ഫുൾനെസ്സോട് കൂടി അവർക്ക് മുന്നോട്ട് പോകാൻ ഈ കോഴ്സ് വഴി സാധിക്കുകയും ചെയ്യും. ഈ പ്രായത്തിലെ കുട്ടികളിൽ കണ്ടുവരുന്ന മറ്റൊരു രസകരമായിട്ടുള്ള ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം കുറഞ്ഞു വരുന്നതാണ്. അതിനൊരു പരിഹാരം എന്തായിരിക്കും? തീർച്ചയായിട്ടും ഇത് വളരെ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്.
ഇപ്പോ സഹോദര സ്നേഹം കുറയുന്നു എന്ന് പറയുമ്പോഴേക്കും അത് പല പ്രശ്നങ്ങൾക്കും കാരണമാകും. റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് പദ്ധതികൾ, ഒരുപാട് കാര്യങ്ങൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് കിട്ടിക്കഴിയുമ്പോൾ, അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ബന്ധങ്ങളെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവർക്ക് സാധിക്കും. അങ്ങനെ അവരുടെ സഹോദര ബന്ധം, സാഹോദര്യം ഒക്കെ തന്നെ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഞാൻ ഉൾപ്പെടെയുള്ള പല കുട്ടികളും നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മ, ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലായ്മ എന്നത്. ഈ വിഷയവും ഈ കോഴ്സിൽ കൈകാര്യം ചെയ്യുന്നുണ്ടോ? അതെ അതെ, ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു പ്രത്യേക കാര്യം ഓർമ്മ വന്നത്. രക്ഷകർത്താക്കളുടെ യഥാർത്ഥ പരാതി തന്നെ കുട്ടികൾക്ക് അച്ചടക്കമില്ലെന്നുള്ളതാണ്. യാതൊന്നിനും ഒരു ചിട്ടയില്ല. അവർ എഴുന്നേൽക്കുന്നതിന് ചിട്ടയില്ല, ഉറങ്ങുന്നതിന് ചിട്ടയില്ല, ആഹാരം കഴിക്കുന്നതിന് ചിട്ടയില്ല. ഇതെല്ലാം രക്ഷകർത്താക്കളുടെ ഒരു പരാതിയാണ്. സാമ്പത്തിക അച്ചടക്കവും അങ്ങനെ തന്നെയാണ്. കുട്ടികൾ ഒന്നിനെ കുറിച്ചും ശ്രദ്ധിക്കുന്നില്ല, ഒന്നും അവര് ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സാമ്പത്തിക അച്ചടക്കമായാലും ശരി, വീട്ടിലുള്ള മറ്റ് അച്ചടക്കമായാലും ശരി, എല്ലാ കാര്യങ്ങളും അവരെ എങ്ങനെ ശ്രദ്ധാലുക്കളാക്കാം, ഇതിലൊക്കെ എത്രത്തോളം ഗൗരവം കൊടുക്കേണ്ടതാണ് എന്നുള്ളതൊക്കെ തന്നെ ഈ കോഴ്സ് വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. അപ്പൊ അത്തരത്തിലുള്ള അവരുടെ സ്വഭാവത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അകറ്റി അവരെ മാതാപിതാക്കൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ പ്രോഗ്രാം തീർച്ചയായിട്ടും സഹായിക്കും. ഒരുപാട് വിഷയങ്ങൾ ഈ കോഴ്സിൽ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് കൗമാരക്കാരായ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ ഈ കോഴ്സിലുണ്ട്. അപ്പൊ ഇനി അറിയേണ്ടത് എങ്ങനെയാണ് ഈ കോഴ്സ് കുട്ടികളിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ആ കോഴ്സിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്? അനവധി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കോഴ്സാണിത്. അതുകൊണ്ട് തന്നെ വളരെ ചിട്ടയായിട്ടാണ് ഈ കോഴ്സിനെ നമ്മൾ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ തീരുന്ന ഒരു കോഴ്സല്ല. ആദ്യം നമ്മൾ കൊടുക്കുന്നത് ഒരു 1 ഡേ മാസ്റ്റർ മൈൻഡ് ക്ലാസ് ആണ്. ആ മാസ്റ്റർ മൈൻഡ് ക്ലാസ് തന്നെ അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇതിന്റെ അന്തസത്ത മനസ്സിലാക്കാനുമായിട്ട് ആ ഒരു മാസ്റ്റർ മൈൻഡ് ക്ലാസ്സിൽ കൂടി തന്നെ സാധിക്കും. അതൊരു 10 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ക്ലാസ് ആണ്. പിന്നീട് 12 ഓൺലൈൻ സെഷൻസ് ഉണ്ട്, 52 വീഡിയോ സെഷൻസ് ഉണ്ട്. പിന്നെ എന്ത് ചോദ്യമാണോ അവർ ചോദിക്കുന്നത് അതിനൊക്കെ വീഡിയോ ആൻസറിങ് സിസ്റ്റം ഉണ്ട്. കൂടാതെ അവർക്ക് മെന്റർഷിപ്പ് കിട്ടും. അവർക്ക് കൗൺസിലിംഗ് വേണമെങ്കിൽ അതും ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വളരെ ക്രമമായി ചിട്ടപ്പെടുത്തിയാണ് ഈ കോഴ്സ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് വളരെ പ്രയോജനപ്രദമായിരിക്കും അവർക്ക്. സർ ഇപ്പൊ സൂചിപ്പിച്ച 1 ഡേ മാസ്റ്റർ മൈൻഡ് ക്ലാസ്, പിന്നെ PQPV ക്ലാസ്സസ്, അതുപോലെ തന്നെ 56 വീഡിയോ ക്ലാസ്സസ്, 52 വീഡിയോ ക്ലാസ്സസ്. ഇപ്പൊ ഇതൊക്കെ എങ്ങനെയാണ്, ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? അതിന്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാസ്റ്റർ മൈൻഡ് ക്ലാസ് ആണ്. ഈ മാസ്റ്റർ മൈൻഡ് ക്ലാസ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മൾ കൊടുക്കുക. എങ്ങനെയാണ് നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുക, എന്താണ് മൈൻഡിന്റെ തിയറി, എന്താണ് മൈൻഡിന്റെ പ്രോസസ്സ്, എന്താണ്, ഇതൊക്കെ അവർക്ക് ഭംഗിയായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാസീവ് അഗ്രസീവ് ബിഹേവിയർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു കാര്യമുണ്ട്. അത് കുട്ടികൾ വ്യക്തമായി കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊക്കെ തന്നെ ഈ മാസ്റ്റർ മൈൻഡ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരുന്നല്ലോ 52 വീഡിയോ സെഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പല വിഷയങ്ങൾ കുട്ടികൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഓരോന്നും ഓരോ വീഡിയോകളായിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരാഴ്ചയിൽ 1 എന്നുള്ള ക്രമത്തിലായിരിക്കും നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും, പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെയുള്ളത് 12 ഓൺലൈൻ സെഷൻസ് ആണ്. ഇതൊരു മാസത്തിൽ ഒരെണ്ണം വീതമായിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ വിദഗ്ധരായിട്ടുള്ള വ്യത്യസ്ത മേഖലകളിൽ വളരെയധികം പേര് കേട്ടിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്നായിരിക്കും ഈ സെഷൻസ് അവർക്ക് കൊടുക്കുക. അപ്പൊ അതൊക്കെ അവർക്ക് ഭംഗിയായിട്ട് മനസ്സിലാക്കാനും അതൊക്കെ അവർക്ക് കാര്യമായിട്ട് പഠിക്കാനും സാധിക്കും. പേഴ്സണൽ ക്വസ്റ്റ്യൻ ആൻഡ് പേഴ്സണൽ വീഡിയോ ആൻസറിങ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള കാര്യമാണ്. അവരുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ ചോദ്യങ്ങൾ ആരോട് ചോദിക്കണം എന്നവർക്ക് അറിയില്ലായിരിക്കും. അത്തരം ചോദ്യങ്ങൾ അവരൊരു ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അതിനവർക്ക് വീഡിയോ ആൻസർ അയച്ചു കൊടുക്കും. എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും കുട്ടികൾക്ക് ചോദിക്കാം. ആ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ വ്യക്തവും കൃത്യവും ശാസ്ത്രീയവുമായിട്ടുള്ള മറുപടി അവർക്ക് ലഭിക്കുകയും ചെയ്യും. പിന്നെന്താ, കുട്ടികൾക്ക് നൽകുന്ന മെന്ററിങ് ആണ്. അപ്പോൾ കുട്ടികൾക്ക് അവർക്കൊരു മെന്റർ ഉണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ അത് സുഖമായിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത്തരത്തിൽ ഉള്ള മെന്റർമാരെ നമ്മൾ ഓരോ കുട്ടിക്കും ഇതിന്റെ ഭാഗമായിട്ട് നൽകുന്നുണ്ട്. ഇനി കുട്ടിക്ക് ഇതൊന്നും പോരാ, ഒരു കൗൺസിലിംഗ് വേണമെങ്കിൽ അതിനുള്ളൊരു സംവിധാനവും ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പൂർണ്ണമായ ഒരു പരിഹാരം ലഭിക്കുന്ന ഒരു കോഴ്സാണ് റിതം ഓഫ് ലവ് എന്ന് പറയുന്നത്. റിതം ഓഫ് ലവ് എന്ന കോഴ്സിൽ ഒരു കുട്ടി പങ്കെടുക്കുകയാണെങ്കിൽ അവർക്ക് വ്യക്തമായ കൃത്യമായ ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യത്തിലേക്ക് അവർക്ക് സുഗമമായി എത്തിച്ചേരുവാനും സാധിക്കും. തീർച്ചയായും ഈ കോഴ്സ് കുട്ടികൾ പങ്കെടുക്കേണ്ടതാണ്, അവർ മനസ്സിലാക്കേണ്ടതാണ്. ശരിക്കും വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണത്. അപ്പോൾ ഫൈനലായിട്ടൊരു ചോദ്യം കൂടെ, എങ്ങനെയാണ് ഈ കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക?
ഈ കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ 2 മാർഗമുണ്ട്. ഒന്ന്, മാർഗദർശൻ ഹാപ്പിനെസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാർഗദർശന്റെ വെബ്സൈറ്റായ www.mhri.in വഴി നമുക്ക് ഈ കോഴ്സിലേക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കൊരു വാട്സാപ്പ് നമ്പർ കൂടി ഉണ്ട് കേട്ടോ, 94 47 35 54 39. ഈ നമ്പറിൽ കൂടിയും ഈ കോഴ്സ് നമുക്ക് പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ, വളരെ നല്ല ചോദ്യങ്ങളായിരുന്നു. നല്ല പ്രസന്റ് മൂഡിലാണ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്തായാലും ഓക്കെ, താങ്ക് യു.